നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു വിഷയം കാർഡാണ്, വേറെ അല്ല, നമ്മളെ ബാറ്റിസ്റ്റൂട്ടയുടെ ഡബിൾ ബൂസ്റ്റർ എപ്പിക് കാർഡാണ്. വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്, ഒരു ബാറ്റിസ്റ്റൂട്ടയുടെ ഓവറോൾ റിവ്യൂ പ്ലസ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നോ. ഗെയിമിൽ കുറച്ച് വെയിറ്റ് ഇട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് കളിക്കുന്നത്, പാസ് ചെയ്താൽ ഭയങ്കര ഓടിക്കയറോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ബൂസ്റ്ററും അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് റിവ്യൂലോട്ട് പോകാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടുന്ന ബാറ്റിസ്റ്റൂട്ടാണ് ഞാൻ സൈൻ ചെയ്തത്. അപ്പോൾ ബാറ്റിസ്റ്റൂട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയാണ് കളിപ്പിക്കേണ്ടത്. അത്യാവശ്യം വെയിറ്റ് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത്യാവശ്യം സ്ട്രെങ്ത്തും കുറച്ച് സ്പീഡൊക്കെ കുറവാണ്. അപ്പോൾ അതാണ് ഞാൻ ബൂസ്റ്ററായിട്ട് കൊടുത്തേക്കുന്നത്. വേറെ ആരുമല്ല, ബോൾ ക്യാരിങ്ങാണ് ഞാൻ ബൂസ്റ്ററായിട്ട് കൊടുത്തേക്കുന്നത്. കാരണം അത്യാവശ്യം ടൈറ്റ് പൊസിഷനും ബോൾ കൺട്രോളും ബാലൻസും ഒക്കെ കൂട്ടി കിട്ടും. അപ്പോൾ അതൊക്കെ കുറവാണ്, ബാക്കിയെല്ലാം ഉണ്ട്. സ്പീഡും ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ കൂട്ടാനാണ് ബോൾ ക്യാരിങ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബോൾ ക്യാരിങ്ങും അങ്ങനത്തെ ഒരു പാസിങ് മേഖലയിൽ സെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അതിനാണ് കുറച്ച് കുറവുള്ളത്. അപ്പോൾ അതൊന്ന് കൂട്ടി കിട്ടാൻ അത്യാവശ്യം നല്ലതാണ്. പിന്നെ എല്ലാ സ്കില്ലും നമുക്ക് ലോങ് റേഞ്ച് എല്ലാ സ്കില്ലും ഉണ്ട്. പിന്നെ ബാറ്റിസ്റ്റൂട്ട് എങ്ങനെ കളിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റിസ്റ്റൂട്ട് ഒറ്റ സ്ട്രൈക്കിലായിട്ട് ഇടരുത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം വൺ ടച്ച് പാസ് കളിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ബാറ്റിസ്റ്റൂട്ടിനെ ഒറ്റ സ്ട്രൈക്കായിട്ട് കിട്ടിയാൽ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കൂടെ ഓടി കളിക്കുന്ന പ്ലെയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും നല്ലത്. ഞാനിപ്പോൾ നെയ്മറെയാണ് ഇട്ടേക്കുന്നത് സെക്കൻഡ് സ്ട്രൈക്കറായിട്ട്. നെയ്മർ ഒരു പ്രൊളിഫിക് വിങ്ങറാണ്, അതുകൊണ്ട് നെയ്മറിനെ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് അപ്പോൾ ഞാൻ കുറച്ച് മാച്ചസിലെ പെർഫോമൻസും എങ്ങനെയാണ് ബാറ്റിസ്റ്റൂട്ട് മാച്ചസിൽ തന്നെ കളിക്കണേന്നും ഒക്കെ കാണിച്ചു തരാം. ലോങ് റേഞ്ച് എങ്ങനെയുണ്ട്, എല്ലാം ഗോൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ഇട്ട് കളിക്കുന്ന പേരാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ മാച്ചിലെ കാണിച്ചു തരാം. ഞാനിപ്പോൾ മാച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ മഴയിട്ട് എപ്പോഴും കറണ്ട് പോകും. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം മാച്ചിട്ടാണ് നമ്മൾ കാണിച്ചു തരണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ബാറ്റിസ്റ്റൂട്ടിനെ ആരെങ്കിലും ഒപ്പിട്ട് കളിപ്പിക്കുക. ഓക്കെ, കൂടെ ആരെങ്കിലും ഒപ്പിട്ട് സ്പീഡി പ്ലെയർ അല്ലെങ്കിൽ അത്യാവശ്യം റൺ എടുക്കുന്ന ഒരു പ്ലെയറിനെ ഒപ്പിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ ബാറ്റിസ്റ്റൂട്ട പാസ് അനുഭവം ചെയ്ത് അത്യാവശ്യം ഗോൾ അടിക്കാം. പിന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് പിടിച്ചൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഷൂട്ട് അടിച്ച് ഓടിക്കാവുന്ന ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് നോക്കി കറക്റ്റ് മനസ്സിലാവും. ഞാൻ നെയ്മർക്ക് കൊടുത്ത് ബാറ്റിസ്റ്റൂട്ടേക്ക് കൊടുത്തു. അപ്പോൾ നെയ്മർ ടു ബാറ്റിസ്റ്റൂട്ട അങ്ങനെ പാസ് ചെയ്ത് ഗോൾ അടിക്കാം വെയിറ്റ് ഇട്ട്. അല്ലാണ്ട് ബാറ്റിസ്റ്റൂട്ട ഓടിക്കയറുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പാസ് ചെയ്യുക, പാസ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ഇട്ട് ഒന്ന് കറക്കി നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഗോൾ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അല്ലാണ്ട് പാസ് ചെയ്തിട്ട് ഓവനെ പോലെ ഭയങ്കര പാസ് ചെയ്ത് കഴിയുമ്പോൾ ഓടിക്കയറുന്ന പ്ലെയർ അല്ല. പാസ് ചെയ്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തൊന്ന് അങ്ങോട്ടൊന്നും തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അങ്ങോട്ട് തിരിച്ചൊന്ന് വെയിറ്റ് ഇട്ടൊന്ന് ഓടിക്കാൻ പറ്റും. പറഞ്ഞത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഓടൂല എന്നല്ല, അങ്ങനെ എപ്പോഴും ഓടൂല. ഓടുന്ന സാഹചര്യമാണെങ്കിൽ ഓടിക്കയറി ഗോൾ അടിക്കും. അപ്പോൾ എപ്പോഴും അങ്ങ് ഓടിക്കയറാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ പാസ് ചെയ്തിട്ട് ബാറ്റിസ്റ്റൂട്ടിനെ ഒന്ന് കറക്കുക, ഒന്ന് വെയിറ്റ് ഇട്ടൊന്ന് കറക്കി ഓടിക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ബാറ്റിസ്റ്റൂട്ട് എടുക്കണത്. അല്ലെങ്കിൽ നമുക്ക് ഓവൻ എടുത്താൽ മതിയല്ലോ, പാസ് ചെയ്യുക, ഓടിക്കുക അങ്ങ് ഓവനെ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പ്ലെയർ എടുത്ത് അപ്പോൾ അതിനനുസരിച്ച് കളിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഗോൾ അടിച്ചത്. ഞാൻ ബാറ്റിസ്റ്റൂട്ടിലേക്ക് കൊടുത്തു, ബാറ്റിസ്റ്റൂട്ട് ഓടി, ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി വളച്ച് ഒന്ന് സ്റ്റണ്ണിങ് കൊടുത്ത് ഗോൾ അടിക്കുക. ഓക്കെ, അങ്ങനത്തെ രീതിക്ക് ഓടിക്കാനാണ് ബാറ്റിസ്റ്റൂട്ട് ബെസ്റ്റ്. പുള്ളി ഓടും. നിങ്ങൾ വിചാരിക്കുന്ന ഓടില്ല എന്നല്ല, പുള്ളി പാസ് ചെയ്താൽ ഓടും, ഫ്രണ്ടോട്ട് ഓടും. അപ്പോൾ നിങ്ങളൊരു ത്രൂ ഇട്ട് കൊടുത്താൽ പുള്ളി കയറി ഓടിക്കുക. പക്ഷെ എപ്പോഴും അങ്ങനെ ഓടി കയറണമെന്നില്ല. പുള്ളി എപ്പോഴാണ് ഓടിയെന്ന് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ത്രൂ കൊടുക്കുകയാണെങ്കിൽ പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലായിട്ട് കയറി ഓടിക്കാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലാത്ത സാഹചര്യമാണ് നിങ്ങൾ പാസ് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ചുറ്റി കറക്കിയിട്ട് ഗോൾ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ബാറ്റിസ്റ്റൂട്ടിനെ വെച്ച് കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെ എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പുള്ളി ഭയങ്കര സ്പീഡ് ആയിട്ടുള്ള പ്ലെയർ ആണോ എന്ന് വെച്ചാൽ ആണ്, അല്ലാന്ന് വെച്ചതല്ല. അപ്പോൾ അതുപോലെയാണ് പുള്ളി കളിക്കുന്നത്. ഇടയ്ക്ക് സ്പീഡ് കയറും, ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് കളിക്കും. ഭയങ്കര ഇറങ്ങിയല്ല, കുറച്ച് പാസ് റിസീവ് ചെയ്ത് പാസ് കൊടുത്ത് അങ്ങനെ ഓടിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കളിക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കളിക്കാൻ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.